സംസ്ഥാന ഗവൺമെന്റുകളെ മുട്ടുകുത്തിച്ച് മൂന്നാം ഭരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി എന്തൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട വോട്ടേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് മോദി ഗ്യാരണ്ടി, എന്തൊരു അസംബന്ധങ്ങളാ മോദി ഗ്യാരണ്ടി എന്നും പറഞ്ഞ് ഓരോ നമ്മൾ ന്യൂസ് കേട്ടോണ്ടിരുന്നാല്, ന്യൂസ് പേപ്പർ എടുത്താല് ഒക്കെ കാണുന്നത് അതൊക്കെ ശുദ്ധ അബദ്ധങ്ങളാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവസാനം ഞാൻ തന്നെ ഇതിനൊക്കെ എതിരായിട്ട് കോടതിയിൽ പോകേണ്ടി വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ അത്ര നികൃഷ്ടമായ രീതിയിലാണ്, അതായത് ഒരു ഡെമോക്രസിയില് ജനങ്ങളെ ഇവരെ അധികാരത്തിലേറ്റിയ ജനങ്ങളെ ഇത്ര മോശക്കാരായി ഏതെങ്കിലും ഭരണകൂടത്തിന് കാണാൻ പറ്റുമോ എന്ന് സംശയം തോന്നത്തക്ക രീതിയിലാണ് ഓരോ മോദി ഗ്യാരണ്ടിയും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ മോദി ഗ്യാരണ്ടി മാത്രമാണോ? മോദി ഗ്യാരണ്ടിക്ക് എതിരായിട്ട് പിണറായി ഗ്യാരണ്ടിയും ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. മോദി ഭാരത് റൈസ് എന്നും പറഞ്ഞ് ഒരു റൈസ് അത് തൃശ്ശൂർ കൊണ്ടുവന്ന് ആദ്യം ഇറക്കുമതി ചെയ്യുന്നു. തൃശ്ശൂർ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് എന്തിനാണെന്ന് നമുക്കറിയാം. സുരേഷ് ഗോപി അവിടെ നിന്ന് ലോകസഭയിലേക്ക് BJPയുടെ ടിക്കറ്റിൽ വിജയിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട്. ഇനി അത് കേട്ടതോടെ സംസ്ഥാന ഗവൺമെന്റ് കേരള റൈസ്, കേരള ബ്രാൻഡ്, ഭാരത് ബ്രാൻഡ് റൈസിന് പകരം കേരള ബ്രാൻഡ് റൈസ് കൊണ്ടുവരാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അങ്ങനെ ശബരി കെ റൈസ് എന്നാണ് ആ റൈസിന്, ആ അരിക്ക് പേരിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുക, എവിടുന്നാണ് പിണറായി വിജയൻ ഈ ശബരി കെ റൈസ് കൊണ്ടുവരാൻ പോകുന്നത്? കേരളത്തിലെ നെൽകൃഷി ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? 1975 8,76,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തിരുന്നു കേരളത്തില്. ഞാൻ ഒന്നോടെ ആവർത്തിക്കട്ടെ, 8,76,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി നടത്തിയിരുന്നു 1975-76 കേരളത്തിൽ. അന്ന് ഉൽപ്പാദിപ്പിച്ച നെല്ല് എന്ന് പറയുന്നത് 13 ലക്ഷം ടണ്ണാണ്. ആ 13 ലക്ഷം ടൺ നെല്ല് ഉൽപ്പാദിപ്പിച്ചത് കേരളത്തിന്റെ അന്നത്തെ പോപ്പുലേഷന്റെ 40% ആവശ്യത്തിന് തികയുമായിരുന്നു, 100% തികയില്ലായിരുന്നു. ഇനി അത് കഴിഞ്ഞ് കൃഷി താഴേക്ക് വന്ന് 2023 ഇക്കണോമിക് റിവ്യൂ എടുത്ത് നോക്കണം സുഹൃത്തുക്കളെ. 2023 കണക്ക് അനുസരിച്ച് 1,93,000 ഹെക്ടർ, ഓർമ്മിക്കുക, 8,76,000 ഹെക്ടറിൽ നിന്ന് നെൽകൃഷി 1,93,000 ഹെക്ടറിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. 13 ലക്ഷം ടൺ ഉൽപ്പാദിപ്പിച്ചിടത്ത് ഇപ്പൊ ഉൽപ്പാദിപ്പിക്കുന്നത് 5.5 ലക്ഷം ടൺ അരിയാണ്. ഈ 5.5 ലക്ഷം ടൺ അരിയാണോ? അതും ഇതുവരെയും സംഭരിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. സംഭരിക്കാനുള്ള പണമൊക്കെ നമുക്കറിയാം. നമ്മുടെ എവിടെയാണ്, നമ്മുടെ തകഴിയിലെ പ്രസാദ് ഒരു കയറ് കൊടുത്തല്ലോ, അവന് തൂങ്ങിച്ചാവാൻ. എന്ത് കയറായിരുന്നു കൊടുത്തത്? എന്തായിരുന്നു കൊടുത്തേ? പാരി റെസീറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു രസീത് കൊടുത്തു. ആ രസീത് കയ്യിൽ വെച്ചാണ് ഞാൻ മരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവ മനുഷ്യൻ മരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് തൂക്കുകയറെന്ന് അതിന് പേരിട്ടത്. അങ്ങനെ ഇപ്പോഴും ആ രണ്ടാം വിളവിന്റെ സംഭരണ വില കർഷകരുടെ കരങ്ങളിൽ ഇനിയും എത്താനിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ കണ്ണീർ പാടത്ത് നിൽക്കുന്ന കർഷകനോടാണ് അരി മേടിക്കാൻ പോകുന്നത് എങ്കിൽ ശബരി കെ റൈസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു അരുമ ശിഷ്യൻ, ഒരു മന്ത്രി ഉണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല. ആ മന്ത്രി എന്താണ് പറഞ്ഞ്, എന്തിനാ കേരളത്തിൽ അരി ഉൽപ്പാദിപ്പിക്കുന്നേ? നമുക്ക് അയൽ സംസ്ഥാനങ്ങളായ എന്താണ് പറയുക, തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ വാങ്ങിയാൽ പോരെ? അത്രയും നല്ല മിടുക്കന്മാരെ മന്ത്രിമാരാക്കണം അദ്ദേഹത്തിന്. അയ്യോ, തീർച്ചയായിട്ടും കണ്ടിരുന്നെങ്കിൽ ഞാനൊരു പൂച്ചെണ്ടിട്ടേനെ, ഒരു പൂമാല കഴുത്തിൽ ചാർത്തുകയും ചെയ്തേനെ, ഇത്രയും വലിയ മഹത്വചനം നടത്തിയതിന്റെ പേരിൽ. അപ്പൊ അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ ചുറ്റുവട്ടത്തിലുള്ളപ്പോൾ മുഖ്യമന്ത്രി എവിടുന്നാണ് ഈ കെ റൈസ് കൊടുക്കുക? അതായത് ഭാരത് റൈസ് വാങ്ങണം. ഭാരത് റൈസ് വാങ്ങിയിട്ട് കെ റൈസ് എന്നുള്ള ചാക്കിലാക്കണം, അല്ലെങ്കിൽ സഞ്ചിയിലാക്കണം. അങ്ങനെ കൊടുക്കാനേ നിവൃത്തിയുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയെയും കുറ്റപ്പെടുത്തുന്നില്ല, ഈ പറയപ്പെട്ട ഭാരത് റൈസ് കൊടുക്കാനിരിക്കുന്ന പ്രധാനമന്ത്രിയെയും കുറ്റപ്പെടുത്തുന്നില്ല. രണ്ടുപേരെയും ഒറ്റയടിക്ക് കുറ്റപ്പെടുത്താനാണ് എൻ്റെ ആഗ്രഹം. ഈ പറയപ്പെട്ട അരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ
ഇന്നത്തെ പ്രധാനമന്ത്രിയുടെയോ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെയോ പിതൃസ്വത്തല്ല. ഈ രാജ്യത്തെ ജനങ്ങൾ, അതായത് പഞ്ചാബിലെയും ഹരിയാനയിലെയും മധ്യപ്രദേശിലെയും ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കേരളത്തിലെയും ഒക്കെ ജനങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നം അത് കേന്ദ്രം ഗവൺമെന്റ് സംഭരിക്കുന്നു. ഗവൺമെന്റ് സംഭരിക്കുന്നത് ഏത് പണം കൊടുത്താണ്? ഇവിടുത്തെ ഭിക്ഷക്കാരൻ തൊട്ടുള്ള സർവ്വ മനുഷ്യരുടെയും നികുതി പണം, ഖജനാവിലെത്തുന്ന നികുതി പണം കൊടുത്താണ് ആ അരി സംഭരിക്കുന്നത്. ആ അരിക്ക് ഭാരത് അരി എന്ന് പേരിടാനുള്ള അവകാശം ആരാണ് പ്രധാനമന്ത്രിക്ക് കൊടുത്തത്? ആ അരിക്ക് ശബരി കെ റൈസ് എന്ന് പേരിടാനുള്ള അവകാശം ആരാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തത്? ഇതൊക്കെ ഇലക്ഷൻ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയുള്ള കളികളാണെങ്കിൽ ഈ കളികൾ തീക്കളിയായി മാറണമെന്നാണ്. അതിന് തീക്കളിയായി മാറണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ജനം യുക്തിസഹമായിട്ട് ചിന്തിക്കണം, ഇത്തരക്കാർക്ക് വോട്ട് കൊടുക്കില്ല എന്ന് തീരുമാനിക്കണം. അങ്ങനെ ഏതാനും പ്രാവശ്യം അപകടം പറ്റിക്കഴിഞ്ഞാല് നിലത്ത് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞ് അയ്യോ ശിവശിവ എന്നൊരു കവി പാടിയതുപോലെ ഇവരുടെ കാൻഡിഡേറ്റ്സും ഇവരുടെ ഗവൺമെന്റും ആടി ഉലഞ്ഞ് വീണ് പോകണം മണ്ണിൽ. അങ്ങനെ പോയാലേ അവർ പഠിക്കൂ. ഇത്തരം കളികളല്ല ജനങ്ങളോട് വേണ്ടത്. പറഞ്ഞ വാക്കുകൾ പാലിച്ച് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്തോ അത് അതുപോലെ അനുവർത്തിച്ച് ജനങ്ങളെ ചേർത്ത് നിർത്തി ക്ഷേമോന്മുഖമായി ഭരിക്കുക. അതാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര ഗവൺമെന്റ് വിചാരിക്കണം, സംസ്ഥാന ഗവൺമെന്റ് വിചാരിക്കണം. അല്ലാതെ പ്രധാനമന്ത്രി സ്വന്തം മുഖം മിനുക്കാൻ വേണ്ടി കോ ബ്രാൻഡിങ് വേണം, അരിക്കടകളില് എന്റെ സെൽഫി പോയിന്റ് വേണം, അതുപോലെ തന്നെ അരി കൊടുക്കുന്ന സഞ്ചികളിൽ എന്റെ ഫോട്ടോ പതിക്കണം എന്നൊക്കെയുള്ള നികൃഷ്ട ഡിമാൻഡുകൾ വെക്കാതെ ചെയ്യേണ്ടത് എന്താണ്? നല്ല അരി സംഭരിക്കുക, അത് എത്രയും കുറഞ്ഞ വിലയ്ക്ക്, ഏറ്റവും ഉയർന്ന വിലയ്ക്ക് സംഭരിക്കുക. എന്തിനാണ് ഉയർന്ന വിലയ്ക്ക് സംഭരിക്കുന്നത്? സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന തീരുമാനമാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 1.5 ഇരട്ടി വിലയിൽ സംഭരിക്കുമെന്ന്. അപ്പൊ ഉയർന്ന വിലയ്ക്ക് സംഭരിക്കുക, എന്നിട്ട് അതിന്റെ അകത്തുനിന്ന് സബ്സിഡി ഇട്ടുകൊണ്ട് താഴ്ന്ന വിലയ്ക്ക് അത് ഉപഭോക്താക്കളിലേക്ക്, പൗരന്മാരിലേക്ക് എത്തിക്കുക. അങ്ങനെ ജനസേവനം നടത്തുക. അങ്ങനെ ജനസേവനം നടത്തിയാൽ അത് സാധാരണ പൗരന്മാർ തിരിച്ചറിയും, അവരതിനനുസരിച്ച് വോട്ട് ചെയ്യും. മറിച്ച് സ്വന്തം മുഖം മിനുക്കാനുള്ള പദ്ധതികളുമായി അതിനുവേണ്ടി സെൽഫി പോയിന്റ് എല്ലാ റേഷൻ ഷോപ്പുകളിലും വെക്കുക എന്ന് വെച്ചാൽ എത്ര കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവാക്കേണ്ടി വരിക? എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും സെൽഫി പോയിന്റ് വെച്ചതിന് വേണ്ടി തന്നെ എത്രയോ ദശലക്ഷം കോടികളാണ് മോദി ചെലവഴിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള വൃത്തികെട്ട കളികൾ കളിക്കാനാണോ ഡെമോക്രസി എന്ന് പേരിട്ടിരിക്കുന്നത്? ഇവിടെ തെരഞ്ഞെടുത്ത് അയക്കുന്നവര് ഉദ്യോഗസ്ഥരാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥർ. 5 വർഷം ഭരിച്ചിട്ട് 6ാമത്തെ വർഷം അവർ ഇറങ്ങിപ്പോകണം. 5 വർഷം പൂർത്തിയാകുമ്പോൾ ഇറങ്ങിപ്പോകണം. ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് വീണ്ടും വീണ്ടും ഞാനിരുന്ന കസേരയിലേക്ക് എന്നെ കയറ്റി വിടൂ എന്ന് പറയാൻ, എന്ന് തോന്നിപ്പിക്കാൻ തെറ്റായ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് പ്രധാനമന്ത്രിയാണെങ്കിലും സന്യാസിയാണെങ്കിലും ആര് തന്നെയാണെങ്കിലും ഈശ്വരൻ തന്നെയാണെങ്കിലും അത് തെറ്റാണ്. അത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം വോട്ടേഴ്സിന് ഉണ്ടാകണം. ആ ധൈര്യം അവർ വാക്കായിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് വോട്ടായിട്ട് അവർ മാറ്റണം. അങ്ങനെ അത്തരം മുഖം മിനുക്ക് പരിപാടിയുമായി കള്ളത്തരം കൊണ്ട് നടക്കുന്നവരെ തിരിച്ചറിയുകയും അവരുടെ പ്രതിമ തച്ചുടയ്ക്കുകയും ചെയ്യുന്ന ഒരു ജനതയായിട്ട് ഇന്ത്യൻ ജനത, ഭാരത ജനത മാറുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ കേരളത്തിലുള്ളവരും മുഖ്യമന്ത്രിയുടെ കെ റൈസ് അല്ല വേണ്ടത്. ഈ നാട്ടിൽ നിന്ന് സംഭരിച്ച അരി, ഈ നാട്ടിൽ നിന്ന് സംഭരിച്ച അരി പ്രത്യേകിച്ച് വിലയൊന്നും കൊടുക്കണ്ട, പ്രത്യേകിച്ച് മുഖഛായ ഒന്നും കൊടുക്കേണ്ടതില്ല, പ്രത്യേകിച്ച് പേരും വേണ്ട. പക്ഷെ അരി പോഷകാഹാരമുള്ള നല്ല അരിയായിരിക്കണം, മനുഷ്യർക്ക് കഴിക്കാൻ കൊള്ളാവുന്ന അത്തരം അരി കൊടുക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കേണ്ടത്. അതല്ലാതെ കേന്ദ്രം ചെയ്ത തെറ്റ്, അതിനേക്കാൾ വലിയ തെറ്റുകൊണ്ട് സംസ്ഥാനം ആവർത്തിക്കുകയല്ല വേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരളം അരി ദുർലഭമായ, അതായത് ഭക്ഷ്യധാന്യ ദുർലഭമായ ഒരു സംസ്ഥാനമാണ്. ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ വേറെയും ഇന്ത്യയിലുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടി, അവർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് 1955 എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് നിലവിൽ വന്നത്. 1955 എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആണ്
ഈ രണ്ടാം മോദി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കർഷകർ സമരത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആ 1955 ആക്ട് ആണ് നള്ളിഫൈ ചെയ്തത്. അതുപോലെ വേറെ 2-3 ആക്ടുകൾ പുതുതായിട്ട് കൊണ്ടുവന്നു. നിലവിലിരുന്ന എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് വേണ്ട എന്ന് തീരുമാനിക്കുകയും റിപ്പീൽ ചെയ്യുകയും ചെയ്തു. അതിനെതിരെയാണ് കർഷക സമരം. നമുക്കറിയാം, ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന കർഷക സമരം. ആ കർഷക സമരം എന്താണ് അവസാനം എത്തിയത്? കർഷക സമരം തീർക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് റിപ്പീൽ ചെയ്ത എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പുനഃസ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മളെ പോലെ, കേരളത്തെ പോലെ ഭക്ഷ്യധാന്യ ദുർലഭമായ സംസ്ഥാനങ്ങൾക്ക് ഈസി ആയിട്ട് അരി ലഭ്യമാക്കുക. ആ ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നാണ് 1955 ആക്ട്, എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. ആ ആക്ട് പുനഃസ്ഥാപിച്ചു എന്ന് വെച്ചാൽ ഇപ്പോഴും കേരളത്തിന് ആവശ്യമുള്ള അരി, റൈസ് എന്ന് പറഞ്ഞ അയൽ സംസ്ഥാനങ്ങളിൽ പോയി തെണ്ടേണ്ട കാര്യമില്ല. സംഭരിച്ച അരി കേരളത്തിന് തരാൻ കേന്ദ്ര ഗവൺമെന്റിന് എന്താ പറയുക, ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്ന നിയമമാണ് ഏത് നിയമം? 2013 ഭക്ഷ്യസുരക്ഷ ആക്ട്, അഥവാ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഓഫ് 2013. അപ്പൊ ആ ആക്ട് നിലവിലിരിക്കെ, ആക്ടിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതായത് ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായാൽ 68% ഇന്ത്യക്കാർക്ക് ഭക്ഷണം ഉറപ്പാക്കുന്ന, ഭക്ഷണം അവരുടെ അവകാശമാക്കുന്ന നിയമമാണ് ഭക്ഷ്യസുരക്ഷ ആക്ട്. ഇനി കോവിഡ് പോലെ, അതായത് മഹാമാരികളോ മഹാപ്രളയങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ ഭക്ഷ്യ ദൗർലഭ്യമുള്ള സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുള്ളത്ര അരി, മറ്റ് ഭക്ഷ്യധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും എത്തിച്ചു കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തുന്ന നിയമമാണ് ഈ ഭക്ഷ്യസുരക്ഷ ആക്ട്. അപ്പൊ ആ ഭക്ഷ്യസുരക്ഷ ആക്ട് അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം സംസ്ഥാന ഗവൺമെന്റ് പേടിക്കണ്ട, റൈസ് ആക്കണ്ട, ശബരി റൈസ് ആക്കണ്ട, ഭാരത് റൈസ് എന്ന് പറഞ്ഞ് പേര് മാറ്റിയാൽ പോലും ആരും തെറ്റിദ്ധരിക്കില്ല. അതിന്റെ പേരിൽ ആരും നരേന്ദ്രമോദിക്ക് വോട്ട് കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര മണ്ടന്മാരാണ് ഇന്ത്യക്കാരാണ് എങ്കിൽ ആ മണ്ടത്തരത്തിൽ അവർ ജീവിച്ചു പോകട്ടെ. പക്ഷെ അവരെ സമുദ്ധരിക്കേണ്ട, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട, അവരെ ഉദ്ബുദ്ധരാക്കേണ്ട ചുമതല ഒരു ഗവൺമെന്റിനുണ്ട്. അല്ലാതെ ഗവൺമെന്റ് കേന്ദ്രം ചെയ്തതിന് ബദൽ നടപടികളുമായിട്ട് ജനങ്ങളെ കൂടുതൽ വിഡ്ഢികളാക്കുകയല്ല ചെയ്യേണ്ടത്, അവരെ ഉദ്ബുദ്ധരാക്കുകയാണ്. സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഉദ്ബുദ്ധരാക്കുകയാണ് വേണ്ടത്.